ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. രാവിലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ വീടിൻ്റെ പരിസരത്തൊക്കെ വെള്ളം കയറി ഗൈസ്. അപ്പോൾ എൻ്റെ നാട് കോട്ടയത്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം. അപ്പോൾ എൻ്റെ നാട്ടിൽ മീനച്ചിലാർ എന്ന് പറയുന്ന ഒരു ആറുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് അറ്റത്താണ്, അതായത് തൊട്ട് പരിസരത്താണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ അവിടെ നിന്നും കയറുന്ന വെള്ളമാണ് ദേ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇതുവരെ കയറിയിട്ടില്ല. സൈഡിലൊക്കെ ആയിട്ട് ദേ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളം പൊങ്ങി കിടപ്പുണ്ട്. ഈ വെള്ളം കാണുമ്പോൾ കേസ് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എൻ്റെ ദൈവമേ, ആ പ്രളയം, നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ആ ഒരു സമയത്തെ വെള്ളപ്പൊക്കമാണ്. അന്ന് എൻ്റെ വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചാർജറും എടുത്ത് പുറത്തോട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പ്രളയം വരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മറ്റേ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കണമെന്നൊക്കെ ഗവൺമെൻറ്റിൽ നിന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം എൻ്റെ കാറ് ഞാൻ വീടിന് മുറ്റത്തിടാതെ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് മാറി വേറൊരു വീട്ടിൽ കൊണ്ട് സേഫായിട്ട് ഇട്ടേക്കുവാണ്. കാരണം ഇനിയിപ്പം വെള്ളം കയറി എൻ്റെ കാറും കൂടെ നശിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ദേ കണ്ടില്ലേ ഞാൻ. അപ്പോൾ ഓക്കെ ആണ്, പക്ഷേ എന്നാലും ആ ഗേറ്റിൻ്റെ അവിടെ ഒരു ചെറിയ വെള്ളം, അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല, തൽക്കാലം നടന്ന് നീങ്ങാൻ പറ്റുന്ന ഒരു പരുവത്തിനേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ദേ നടന്ന് ഇങ്ങോട്ട് റോഡിലോട്ട് വരുവാണ്. അപ്പോൾ എന്താണ് അവസ്ഥയെന്നൊന്ന് നോക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ദേ ആ സൈഡിലോട്ട് എൻ്റെ അമ്മ പോയി, അവിടുത്തെ ഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയി. ഈ സൈഡിലോട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത്, കാരണം അവിടെയാണ് എൻ്റെ വണ്ടി. അപ്പോൾ ഇതാണ് ദേ എൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥ. ഈ കാണുന്നതൊക്കെ ആ ആറ്റിൽ നിന്ന് കയറി വന്ന വെള്ളമാണ്. എന്നാൽ മെയിൻ റോഡ് ഇച്ചിരി പൊക്കിയത് കാരണം അത്രയും കയറിയിട്ടില്ല. എനിക്കൊന്ന് കുറച്ചുകൂടി ഉള്ളെന്ന് തോന്നുന്നു. ഈ ഒരു റോഡ് ഇത്തിരി പൊക്കിയതാണ്. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൻ്റെ ആ സമയത്ത് റോഡ് പൊക്കിയത്. അത് കാരണം ഇങ്ങോട്ടൊക്കെ വെള്ളം കയറിയിട്ടില്ല, അറിയത്തില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 രാവിലെ. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇത്രയും വെള്ളം പൊങ്ങിയത്. ഇത് എൻ്റെ അമ്മയൊക്കെ നടന്നു വരുന്നു എനിക്ക്. അപ്പം ഞങ്ങളൊന്ന് അങ്ങോട്ടൊന്ന് നടന്ന് പോവുകയാണ്. എവിടം വരെ വെള്ളം കയറി എങ്ങനെയാണെന്നൊക്കെ അറിയാം. മാത്രമല്ല എൻ്റെ കാറിപ്പം ഞങ്ങൾ കുറച്ചും കൂടെ നീക്കി അങ്ങോട്ട് ഇട്ടേക്കുക. ഇന്നലെ ഭാഗ്യത്തിന് നമ്മൾ വണ്ടി അവിടെ കൊണ്ടിട്ട, അല്ലെങ്കിൽ എന്തായാലും വണ്ടി ഇതിൽ കൂടെ ഇറക്കാൻ പറ്റത്തില്ല ഗൈസ്. അത്രയ്ക്കും ദേ വെള്ളമുണ്ട്. ഞാൻ വെറുതെ പറയണതല്ല. ഞാനൊക്കെ വീഴും ഇവിടം വരയ്ക്കും. അമ്മ മുമ്പേ പോയിക്കും. അമ്മേനെ കാണിക്കാൻ. എൻ്റെ പൊന്നെ ഗൈസ്, അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇച്ചിരി ഈ റോഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ വെള്ളപ്പൊക്ക സമയത്തൊക്കെ പൊക്കി വെച്ചതാണ്. അത് കാരണം കയറത്തില്ലെന്നായിരുന്നു വിചാരിച്ചത്. ഞാനും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇന്നലെ രാത്രി. വെള്ളമൊന്നും കയറത്തില്ല, ഇതൊക്കെ നമ്മൾ പൊക്കി വെച്ചതല്ലേ ഇതൊക്കെ. പക്ഷേ ഗൈസ്, ശരിക്കും ഈ ഒരു സ്ഥലമില്ല, ഇത് ഇപ്പുറത്ത് കിടക്കുന്നത്, ഇത് ആക്ച്വലി കുഴിയാണ്. ഞാൻ വെറുതെ പറയണതല്ല. നമ്മുടെ ഈ പുല്ല് വരെ കെട്ടുന്നത് മറ്റേ റോഡുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് കുഴിയാണ്. അപ്പോൾ അവിടെയൊക്കെ നിറഞ്ഞിങ്ങനെ കവിഞ്ഞേക്കാണ് ഇപ്പം. ഇനിയിപ്പോൾ എൻ്റെ വണ്ടിയുടെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കട്ടെ, കാരണം വണ്ടിയുടെ അവിടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വെള്ളം കയറാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ വീട് നിൽക്കുന്നതേ ഈ മീനച്ചിലാറിൻ്റെ തൊട്ടടുത്താണ്. തൊട്ടടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നടന്നു പോകുന്നത് എത്തുന്നത് മീനച്ചിലാറിലാണ്. അവിടുന്ന് റൈറ്റിലോട്ട് പോയിട്ടാണ് മെയിൻ ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ അത്ര അടുത്തായതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ വീട്ടിലും വെള്ളം കയറും. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് വെള്ളമൊക്കെ കയറി. ഞങ്ങളെല്ലാവരും കൂടെ മുകളിലാണ്, അതായത് നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്, കറണ്ടൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ കുറേ നാളൊക്കെ പിടിച്ച് നിന്നാടി. കുഴപ്പമില്ലായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും ഭാഗ്യത്തിന് കാറൊക്കെ മാറ്റിയത് കൊണ്ട്, നമ്മുടെ കാറൊക്കെ കിടക്കുന്ന റൂട്ടിലായതുകൊണ്ട് നമ്മളൊന്ന് നോക്കാൻ പോകുന്നതാണ്. കാരണം ഇപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ നമ്മുടെ അലമാരിയിൽ താഴെ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, അതായത് അടിത്തട്ടിലൊക്കെ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ മുകളിലോട്ട് കയറ്റി വെച്ച്. അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങാനും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെള്ളം കയറി അടിച്ചു കയറി വന്നാൽ വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താഴെ തട്ടിലുള്ള ഡ്രസ്സും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ ട്രോളി ബാഗിൻ്റെ അകത്തൊക്കെ ഞാനിങ്ങനെ ഡ്രസ്സിങ്ങനെ കുത്തിക്കറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് എടുത്ത് വെച്ച്. അപ്പം ഞാനിപ്പോൾ മീൻസിലായിട്ട് ഇതൊന്ന് പോയി നോക്കട്ടെ. വരെയാണോ? ഓ മൈ ഗോഡ്, വരെയാണ് ഗീസ് വരെ.
അമ്മ രക്ഷപ്പെട്ട്. അപ്പോൾ എത്തട്ടെ, എൻ്റെ വണ്ടി സേഫ് ആണോ എന്ന് ഞാൻ നോക്കട്ടെ. പോടാ പോടാ. ഹലോ, ദൈവം നമ്മളോട് വരുവാണോ? പോടാ പോടാ. ഞങ്ങളോട് വരാൻ തോന്നുന്നു കേട്ടാ. രക്ഷപ്പെട്ടു പോടാ. ഞാൻ പറഞ്ഞില്ല, ആ വഴി നേരെ അങ്ങ് നടക്കുമ്പോൾ മീനച്ചിലാറാന്ന് പറഞ്ഞില്ലേ, അതെ അവിടെയാണ്. അതായത് ഈ ഒരു ചെറിയ വീടൊന്നും അല്ല, ഇതൊരു ക്ലബ്ബാണ്, ആർട്ട് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ക്ലബിൻ്റെ പുറകിൽ മീനച്ചിലാറാണ്. ഞാൻ കാണിച്ചു തരാവേ. ഞാൻ മോനെ യെസ്, ഇത് കണ്ട, ഇതാണ് മീനച്ചിലാറ്. ഞാൻ വേറൊരു കാര്യം പെട്ടെന്ന് കാണിച്ചു തരാവേ. ഇത്ര അറ്റത്താട്ടാ നിൽക്കണത്, ഇത്ര അറ്റത്ത്. എൻ്റെ പൊന്നേ ഗൈസ്, ഇവിടെ ഒരു ഈ മിനിഞ്ഞാന്ന് ഇന്നലെ വരയ്ക്കും 12 സ്റ്റെപ്പോളം ഇവിടെ ഇങ്ങനെ ഒരു 10 സ്റ്റെപ്പോളം എന്തായാലും ഇവിടെ താഴോട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ആ സ്റ്റെപ്പുകളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം അത്രയും പൊങ്ങിയിട്ടാണ് ദേ ഇപ്പം മീനച്ചിലാർ ഒഴുകുന്നത്. അപ്പം സീനാണ് ഗൈസ്, സീനാണ്. അപ്പം ദേ ഇനി അവിടുന്ന് ഒരു ഇത്തിരി കൂടെ കയറാനുള്ളൂ. അവിടുന്ന് ഇത്തിരിയും കൂടെ കയറാനുള്ള, ഇത്തിരി കൂടെ കയറി കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് വെള്ളം കയറും. അത് ഉറപ്പൊന്നും നോക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിയൊക്കെ ഞങ്ങൾ കുറച്ച് ദൂരത്ത് മാറ്റി ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ പോയി വണ്ടി സേഫ് ആണോ എന്ന് നോക്കട്ടെ. ഇത് കണ്ട, നല്ല ഒഴുക്കുണ്ട് കേട്ടോ അത്. അപ്പോൾ ഞാൻ വേഗം പോയി നോക്കട്ടെ. അങ്ങ് വരെ എത്തി. ബൈ. സേഫാണ്. അങ്ങനെ ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ സേഫായിട്ട് ഇന്നലെ രാത്രി ഇട്ടത് കൊണ്ട് ഭാഗ്യം അത് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ ജംഗ്ഷനിലെത്തി. അവിടെ ഇവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കണ്ടോ. അതായത് ഞങ്ങളുടെ അവിടെ വെള്ളം കയറുമെന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ കൊണ്ട് റോട്ടിൽ, അതായത് മെയിൻ റോട്ടിൽ കൊണ്ടുപോയി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടേക്കണതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയും മിക്കവാറും ഇവിടെ തന്നെ കൊണ്ടിടേണ്ട അവസ്ഥ വരുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് വണ്ടി എടുത്തൊന്ന് കറങ്ങി നോക്കട്ടെ, അവസ്ഥകളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഗൈസ്, അപ്പം ഞങ്ങളിത് റോഡിലെത്തിയിട്ടുണ്ട്. ഇത് ആദ്യം ഞാൻ നേരത്തെ കാണിച്ചാണ് ഞങ്ങളുടെ ജംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോവുകയാണ്. ഒന്ന് മുന്നോട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യാന്ന് വെച്ച്. രാവിലെ തന്നെ ഇപ്പം സമയം 8 മണിയായി. അപ്പോൾ നമുക്കൊന്ന് മുന്നോട്ട് പോയിട്ട് ഒന്ന് നോക്കിട്ട് വരാം എന്തൊക്കെ ആയെന്ന്. എന്തല്ല അപ്പം നോക്കട്ടെ. അങ്ങനെ അമ്മ ഒരു നല്ല ചൂട് കാപ്പി തന്ന് നല്ല ബൂസ്റ്റായിട്ട് എനർജി ആക്കിയിട്ടുണ്ട്. എന്തിനാണോ എന്തോ എനിക്കറിയത്തില്ല. പക്ഷെ സ്റ്റിൽ ഒരു ഏത്തയ്ക്കാപ്പവും വാങ്ങിച്ച് അതും കഴിച്ചിട്ട് അമ്മയുടെ മുഖത്തെ ഒരു പാട് കണ്ടു. അവിടെ ഒരു കുരുവായിരുന്നു കേസ്. അതൊക്കെ മാറി ഇപ്പോൾ കുരുവൊക്കെ പൊട്ടിച്ച് അവിടെ ഒരു ബാൻഡേജ് വെച്ച് നടക്കുകയാണ് ഇപ്പോൾ പെണ്ണ്. ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി മുന്നോട്ട് എവിടം വരെ പോകണം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നാലും ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഈ ഒരു പള്ളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ പള്ളി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പള്ളിയാണ്. ഇതിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും ഞാൻ കുരിശൊക്കെ വരയ്ക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ അതിനകത്ത് കയറിയിട്ടില്ല. പക്ഷെ പുറത്തുനിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം യോതി വന്നു. കരളിൽ വീഴുന്ന ശരഥം ഞാനല്ല.
പറഞ്ഞാൽ ഈ ഡ്രൈവ് എടുത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അമ്മയെ ഞാനും കുറച്ച് ഡൗൺ അടിച്ചിരിക്കുകയായിരുന്നേ. അപ്പൊ അമ്മേനെ ഒന്ന് ചില്ലടിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ ഇങ്ങനെ ഒരു മൂടി പിടിച്ചങ്ങ് ഇറങ്ങിയത്. ഇനിയാണ് ട്വിസ്റ്റ്, അത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടു. ഇതാണ് നമ്മുടെ മീനച്ചിലാർ. ഞാൻ കാണിച്ചതിനോട് ഒടുക്കുന്ന മഴയാണ്. ഞാനിപ്പോ പോയിട്ട് കുടിച്ചത് അടിപൊളി മഴ. ഇതാണ് ഞങ്ങളുടെ മീനച്ചിലാർ. ഞാൻ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കാണ്. നേരത്തെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തില്ലായിരുന്നു, അവിടെയൊക്കെ വെള്ളം കയറിയെന്നാണ് ഇപ്പൊ ഓട്ടോച്ചേട്ടന്മാർ പറയണം. അപ്പൊ നമ്മളിവിടെ റോഡിൽ സൈഡിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് കൂടി ഈ വണ്ടിയുണ്ട്, അപ്പൊ അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് വീട്ടിൽ പോ. ആ അവസ്ഥ എങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ തുടങ്ങുകയാണ്, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇത് ആക്ച്വലി ഞങ്ങളുടെ വീടിന് അങ്ങോട്ട് പോകുന്ന റോഡാണ്. റോഡ് കുഴി കണ്ടതാണ്, എവിടെയാണെന്ന് അറിയത്തില്ല. ഇത്രയും താഴ്ന്നു കേട്ടാ, ഇത്രയും റോട്ടിൽ വെള്ളം കയറി. എന്റെ വീടിന്റെ അടുത്താണ് മീനച്ചിലാർന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറച്ച് സ്ഥലത്ത് മാത്രാട്ടാ ആറ് കവിഞ്ഞത്. എന്താ വെച്ചാൽ ഇവിടെ ഇച്ചിരി താഴ്ന്ന സ്ഥലമാണ്. അപ്പൊ അത് കാരണം ഇവിടെ മാത്രം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അവരൊക്കെ റിക്കവറായി, നടന്ന് രക്ഷപ്പെട്ടു അവരൊക്കെ. ഇനി കുറച്ച് പൊങ്ങിയ റോഡായതുകൊണ്ട് അവിടെ ഒന്നും അധികം വെള്ളം കയറിയിട്ടില്ല. ഇനി എന്റെ വീട് അങ്ങോട്ട് ഞാൻ കാണിച്ചത്. ഇവിടെ നേരെ അങ്ങ് പോയിട്ടാണ് എന്റെ വീട്. ഓൾമോസ്റ്റ് വീട്ടിൽ വെള്ളം കയറുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ട് ഞങ്ങള് മറ്റേ അലമാരിയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങള് മുകളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എവിടെ കയറി നമുക്ക് നോക്കാം. ഇത് കുഴിയ അവര് റിക്കവറായി. വെള്ളപ്പൊക്കത്തിന്റെ എല്ലാ സമയത്തും കാണുന്ന ഒരു കലാപരിപാടിയാണിത്. എന്തായാലേ അടിപൊളി. അയ്യോ ഇത് ഞങ്ങളുടെ അവിടുത്തെ ചെറിയൊരു പാലമാണ്. അക്കരയിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലമാണ്. ഞാൻ ഇങ്ങോട്ട് ഒന്ന് കയറി നോക്കിയതാണ് എവിടം വരെയാണ് ഇത് പൊങ്ങിയിട്ടുള്ളതെന്ന്. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടാ. ഇതൊക്കെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയതെ ഒരാൾ നടന്നു വരുന്നത്. ഞാൻ ഇവിടുന്ന് കാണാൻ പറ്റും നമ്മുടെ വണ്ടി ഇട്ടത് ഇല്ല അല്ലേ ഗൈസ്. ഇതിനെയൊക്കെ അങ്ങപ്പുറത്ത് ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ വണ്ടി കൊണ്ടിട്ടത്. എന്നിട്ടാണ് ഞാൻ നടന്നു വരണേ. എൻ്റെ മോനെ അടിയൊഴുക്ക് നോക്കിക്കേ. അപ്പൊ ഗൈസ്, ഞങ്ങൾ തിരിച്ചു വരുന്ന സമയം കൊണ്ട് പുള്ളിക്കാരൻ പണി ഒപ്പിച്ചു. മീനച്ചിലാറ് കവിഞ്ഞൊഴുകി. ദേ കണ്ടില്ലേ ഗൈസ്, ഇതാണ് മീനച്ചിലാറ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. അപ്പോൾ എന്തായാലും മീനച്ചിലാറെല്ലാം കവിഞ്ഞു ഇങ്ങോട്ട് പൊങ്ങി കേട്ടോ. അപ്പോൾ ദേ വെള്ളമൊക്കെ അങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി നോക്കാൻ പോകുന്നുള്ളൂ എവിടം വരെ എത്തിയെന്ന്. ഇതിപ്പോൾ നേരെ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ നേരത്തെ കണ്ട പട്ടിക്കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് വെള്ളത്തിൽ, കാണുന്നുണ്ടോ? നേരത്തെ അവൻ വെള്ളത്തിലൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ ഇത് വെള്ളത്തിൽ ഇറങ്ങി കളിക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. എൻ്റെ വീടിൻ്റെ അകത്ത് വെള്ളം കയറി. വീടിൻ്റെ അകത്ത് കയറാൻ ചാൻസ് ഇല്ല, എന്നാലും എനിക്ക് തോന്നുന്നു മുറ്റത്തൊക്കെ ആയി കാണും അല്ലേ? മുറ്റത്തൊക്കെ ആയി കാണും. അത്ര അവനെ ചാൻസ് ഉള്ളൂ. നേരത്തെ കണ്ട പട്ടിക്കുട്ടി കേട്ടാ, ദേ അവൻ വെള്ളത്തിൽ ഇറങ്ങി കളിക്കണ്. ഞാൻ നോക്കണ് വരണുണ്ടോ നമ്മുടെ അടുത്തോട്ട്. എടാ വെള്ളത്തിൽ കളിക്കുകയാണോ നീ? വെള്ളത്തിൽ കളിക്കണോ നീ? കേറിപ്പോടാ വീട്ടില്. നേരത്തെ കണ്ട വഴികളാട്ടോ ഇതൊക്കെ. അതായത് രാവിലെ ഞാൻ പോയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ, ആ സെയിം വഴിയാട്ടോ ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട്. എൻ്റെ അളിയാ സെയിം. ഇവിടുന്ന് അങ്ങ് വരയ്ക്കുണ്ട്. മുങ്ങി ഗൈസ്, മിക്കവാറും മുങ്ങാൻ തോന്നുന്നു. നല്ല രീതിയിൽ വെള്ളം കയറി കേട്ടോ ഈ റോഡില്. എൻ്റെ മോനെ നല്ല ഇത്ര എത്തിയിട്ടുണ്ട് ചേട്ടാ. എടുക്കണ്ട. നല്ല രീതിയിൽ വെള്ളം. ഞാൻ ഇപ്പൊ പൊങ്ങിയാണ് നടക്കണത്, കാരണം ഇത് തണുക്കണെനിക്ക്. ഈ ചേട്ടനിവിടെ എന്തോ ചെയ്യണം.
എൻ്റെ മണ്ണെ ഇത്ര അടി നല്ല കാഴ്ച ഉണ്ടല്ലോ അമ്മ. പേടിയാണ്. ആ ഗൈസ്, ഇത് മാത്രമാണ് റോഡ്. ഇതിൻ്റെ അവിടെ കുളമാണ്. ഇതിൻ്റെ അങ്ങോട്ടെല്ലാം ആ നീ കാണാൻ പറ്റുന്നുണ്ടാ? ഇത്രയും അത്രയധികം നനഞ്ഞേട്ടാ. ആ ഒഴുക്കുണ്ടെന്ന് ഇവിടെ. ഇവിടെ നടന്നോ, ഞാൻ വന്നേക്കാം. എന്റെ മോനെ ദേ നോക്കി, ഒരു പ്രേതാലയം പോലില്ലേ. ആ ഒഴുക്കുണ്ട് കേട്ടോ, ഒഴുക്കുണ്ട്. ഇതെന്റെ വീടിനടുത്തുള്ള റോഡാണ്. ഞാൻ വീണ്ടും പറയുന്നു. ദേ അമ്മേനെയൊക്കെ നോക്കി. സീൻ സത്യം പറയാലോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു റോഡ് കുറച്ച് പൊക്കിയെന്ന്. കാര്യമില്ല കേട്ടാ, പൊക്കിയിട്ട് അത്ര പോരാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിന് ഞങ്ങളുടെ ഇത്രയാണ് വെള്ളം ഇവിടെ പൊങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് റോഡൊന്ന് പൊക്കിയത്. പക്ഷെ ഞാൻ വരുവാ. പേടിയാണ് അമ്മയ്ക്ക്. ഗൈസ്, ഒരു ചെറിയ ഇഷ്യൂ. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്ന്. അപ്പോൾ ഞാൻ അമ്മയുടെ ഫോൺ എടുത്ത് അമ്മേനെ പിടിച്ച് നമ്മുടെ ഫോൺ ഞാൻ എടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് വിഷ്വൽ ഞാൻ കാണിച്ചില്ല. എൻ്റെ വീട്ടിലോട്ടുള്ള കറക്റ്റ് എവിടം വരെ ഇല്ലെന്ന്. ഞാൻ ഈ അരുവത്തൂടെയാണ്, കാരണം അവിടെയാണ് കുഴി. അത് നമുക്ക് എവിടെയാണെന്ന് ഇപ്പം മനസ്സിലാവാൻ പറ്റുന്നില്ല. ഗൈസ്, അമ്മ പോണെന്ന് വെച്ച്, അയ്യോ ഞാൻ പോണെന്ന് വെച്ച് ഞാൻ അങ്ങനെ ഗൈസ് ഞങ്ങൾ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേർന്നു. എൻ്റെ കരകയറിയൊക്കെ വരുന്നത് കാലൊക്കെ ഇപ്പം ഇച്ചിരി കാണാൻ തോന്നുന്നു. നേരത്തെ ഇത്രയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടം വരയ്ക്കും നനഞ്ഞത്. ഇനി എൻ്റെ വീട് കാണിച്ചു തരാണ്ടത്. ഇപ്പം കാണിക്കാം. നീ ഇതൊക്കെ സൈഡാണ്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ടിലോട്ട് കറക്റ്റ് എവിടം വരെ കയറി. എൻ്റെ മോനെ കയറി കേട്ടോ വെള്ളം. ഞാൻ കാണിച്ചു തരാം. വെള്ളം കയറി വീടിനകത്ത് കയറിയില്ല, പക്ഷെ മുറ്റത്ത് കയറി. ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നേ ഗൈസ്, എൻ്റെ വീട്ടിൽ വെള്ളം കയറി ഗൈസ്. ഇവിടെ വരിക്കും കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്ര എത്തിയിട്ട വെള്ളം. പക്ഷെ എൻ്റെ മോനെ എങ്ങനെ പോയതാണെന്നറിയാവാ. സൈഡൊക്കെ നോക്ക്, ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നില്ലേ. വെള്ളമൊന്നും കയറാതിരുന്നത് അതേ ഇപ്പം ഇത്രയും കയറിയിട്ട വെള്ളം. പക്ഷെ എൻ്റെ പൊന്നെ കയറി ഗൈസ്, വെള്ളം കയറി ഗൈസ്. അപ്പൊ ഗൈസ്, 2026 വെള്ളപ്പൊക്കത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഇതാണ് എൻ്റെ സ്ഥലം ആക്ച്വലി. അപ്പോൾ ഇനിയും പൊങ്ങുമോ ദൈവമേ പൊങ്ങല്ലേന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം വയ്യ കേസ് എന്ന് വെച്ചാൽ എനിക്കിനി വയ്യ. അതുപോലെ നമ്മുടെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം എടുത്ത് മേലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ കറണ്ട് ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ കേസ് ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഈ വെള്ളമൊക്കെ നാളെ ആകുമ്പോൾ എല്ലാം താന്നു പോകട്ടെ അല്ലേ അമ്മേ? ഈ വെള്ളമൊക്കെ നാളെ താന്നു പോയിട്ട് ക്ലിയർ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എൻ്റെ വീട്ടിലോട്ടുള്ള അവസ്ഥ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അത്രയും വരെ ആയിട്ടുള്ളൂ. എൻ്റെ വീട്ടിലും വെള്ളമൊക്കെ കയറി, അധികം കയറിയിട്ടില്ല. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്കെല്ലാം ടെൻഷനാണ്. കാരണം രാത്രി ആകുമ്പോൾ വെള്ളം കയറി വരുമോ അതോ ഇറങ്ങിപ്പോയ സന്തോഷമാണ്. പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം വീണ്ടും പൊക്കിയെടുത്ത് വെക്കണം. ചേട്ടന്മാര് കാണും. അതെ, കുറെ തവളകളും പിന്നെ കുറെ ഫ്രണ്ട്സുകളിലൊക്കെ ഒന്ന് കാണാൻ പറ്റും. പിന്നെ അതൊക്കെ പോട്ടെ. ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിന് മുമ്പെങ്കിലും എനിക്ക് എൻ്റെ വീട് പണിത് കയറണം എന്നായിരുന്നു അതിയായ ആഗ്രഹം. പക്ഷെ എന്ത് പറയാനാണ്, ചില സാങ്കേതിക കാരണങ്ങളാൽ അതങ്ങനെയാണ്. അതിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും ആരെയും പറയാനില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് പണി നടത്താൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അമ്മ എപ്പോഴും പറയായിരുന്നു അടുത്ത പ്രാവശ്യം വെള്ളപ്പൊക്കത്തിനെങ്കിലും നമ്മുടെ സ്ഥലത്തോട്ടൊന്ന് അതിന് മുമ്പൊന്ന് മാറിയാൽ മതിയായിരുന്നു. കാരണം ഭയങ്കര കഷ്ടപ്പാടാണ് ഈ വെള്ളമൊക്കെ പൊങ്ങുമ്പോൾ ഇതെല്ലാം മാറ്റണം, പിന്നെ അതെല്ലാം ഇത് താന്ന് കഴിയുമ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കണം, വണ്ടിയൊക്കെ വേറെ ഏതോ സ്ഥലത്ത് കൊണ്ട് ഇട്ടേക്കണ്, അതെന്താണെന്ന് പോലും നമുക്കൊരു പ്രതീക്ഷ, നമുക്കൊന്നും അറിയത്തില്ലല്ലോ, ഒന്നും അറിയത്തില്ല. ആൾക്കൂടെ ടെൻഷനും പിന്നെ ഫുഡൊന്നും വാങ്ങിക്കാൻ ഇപ്പം ഈ റോഡിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇനിയൊന്നും അല്ല ശരിക്കും, ഇനിയും കയറി കഴിഞ്ഞാൽ നമുക്ക് നടക്കാനേ പറ്റത്തില്ല. പിന്നെ ഇവിടെ പിള്ളേരൊക്കെ നേരത്തെ കണ്ടില്ല, അതുപോലെ വള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ വർഷവും വരാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് വെള്ളമൊക്കെ പോട്ടെ. അപ്പോൾ എന്നാലും 2026 ഞാൻ വീട് വയ്ക്കാൻ തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. പക്ഷേ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ വർഷം ഞാൻ വീട് വെച്ച് തീരും, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ദുരിതം തന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൊക്കെ ടക്കേന്ന് അടിച്ച് വോട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ഞങ്ങളുടെ വീട്ടിൽ അടുത്ത ദിവസം വെള്ളം കയറി ഒന്ന് കാണിച്ചു തരാം കേട്ടോ.